നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് വിശദമായി ഞാൻ ഉന്മേഷ് ശിവരാമൻ. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുന്നതിനു വേണ്ടി സോനാജറിയും. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ പുഴയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഗംഗാവലി പുഴക്കരയിൽ നടത്തിയ റഡാർ പരിശോധനയിൽ സിഗ്നൽ ലഭിച്ചു. പുഴക്കരയിലെ മണ്ണു മാറ്റിയുള്ള പരിശോധന തുടരുകയാണ്. കരയിൽ നിലവിൽ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ലോറിയില്ല എന്ന് ദൌത്യസംഘം സ്ഥിരീകരിച്ചു. രക്ഷാദൌത്യത്തിൽ ഉൾപ്പെട്ടവരുടെ പ്രതികരണങ്ങളിലേക്ക് ആദ്യം. ഈ സൈഡ് കംപ്ലീറ്റ് ചെയ്താണ്ട് ഒരു 70% ഓക്കെയാണ്. അപ്പോൾ അവിടെ ഇല്ലയെന്ന് നമുക്ക് ഏതാണ്ട് വെച്ചായിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡ് എന്ന് പറയുന്നത് റിവർ സൈഡാണ്. റിവർ സൈഡ് ഏതാണ്ട് ഒരു 2 ദിവസം അർജുൻ മൊബൈൽ ഫോൺ റിങ് ചെയ്ത്, അപ്പം വെള്ളത്തിൽ പോയിട്ടുണ്ട് ഒരിക്കലും ഫോൺ റിങ് ചെയ്യില്ല. അപ്പം നമുക്ക് ഈ സൈഡാണ് ഇനി ഡൗട്ടുള്ളത്. ഡൗട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം പിന്നെ റിവർ ചെയ്യേണ്ട കാര്യമുള്ളൂ. രണ്ടാമത്തെ സെക്ഷൻ വരുന്നത് റിവർ സൈഡാണ്. അപ്പോൾ അടുത്ത സെക്ഷൻ വരുന്നത് പുഴയും ലാസ്റ്റ് നോക്കിയാൽ മതി. Okay. Today morning, defense team detected some place. There is a... Actually, I started the... Actually, I started the area. We got the GPS location, eyewitness also there. So the army also marked there. Army position mark ചെയ്ത് റഡാർ വെച്ച് വേറെ ഒരു ന്യൂ റഡാർ കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നിട്ട് മാർക്ക് ചെയ്തു. പക്ഷേ നോ എവിഡൻസ്. ഇപ്പോഴും റഡാർ വെച്ച് നോക്കുന്നുണ്ട്. ഇപ്പോഴും റഡാർ next. What next? പിന്നെന്താണ്? പിന്നെ ഓൾ ദ പോസിബിലിറ്റി മലയാളം നമ്മൾ എല്ലാവിധ ഡൗട്ട് വേണമല്ലേ ഇതിനകത്തുണ്ടോ നമുക്ക് ഡൗട്ട് ക്ലിയർ ആണ്. അതിനാവശ്യമാണ്. കാരണം ഫോറസ്റ്റ് ലാൻഡ് ഒന്നുമല്ല. കാരണം 2 ദിവസമായിട്ട് വർക്ക് നല്ല സ്പീഡായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നാളെ നമ്മൾ ഈ സൈഡാണ് നോക്കുന്നെങ്കിലും വർക്ക് സ്പീഡാണ്. ഇപ്പോൾ അർജുൻ നോട്ട് ഫൗണ്ട് ഹിയർ. ഒന്നുമില്ല. MLA സതീഷ് സാർ ഹീസ് ഹെൽപ്പിംഗ് വെരി. അർജുനല്ല ഒരു റെസ്പോൺസ് പോലും നമുക്ക് ഒരു ഏരിയ പോലും കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല. GPS found that place. That place no GPS വണ്ടി ഓഫ് ആകുന്ന സമയത്ത് GPS ഉണ്ട്. വണ്ടി ചിലപ്പം റിവറിൽ പോയേക്കാം. ദുരന്തഭൂമിയിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം, അരുൺ പാറക്കൽ, അരുൺ പൂപ്പറമ്പ് എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്കാണ്. ഹാഷ്മി, ഇപ്പോൾ പുഴയിലേക്ക് പൂർണ്ണമായി കേന്ദ്രീകരിക്കുകയാണോ തെരച്ചിൽ? ഹാഷ്മി, എന്ന് വേണം മനസ്സിലാക്കാൻ ഉന്മേഷ്. കാര്യം കരയിലെ പരിശോധന ഈ 3 ദിവസം കർശനമായി നടത്തിയിട്ടും കാര്യമായ എന്തെങ്കിലും തരത്തിലുള്ള സൂചന കിട്ടുന്നില്ല. ഇന്നായിരുന്നു അതിന് ടോപ്പ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും ഉച്ചയോടെ ഒരു പ്രധാനപ്പെട്ട സിഗ്നൽ കിട്ടിയതാണ്. അത് ഒരു വണ്ടിയുടെ സിഗ്നൽ, വ്യാപ്തിയുള്ള സിഗ്നൽ, സ്ട്രെങ്ത് ഉള്ള സിഗ്നൽ എന്നൊക്കെ രക്ഷാപ്രവർത്തനം ഏതാണ്ട് വണ്ടി തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ച ഒരു സിഗ്നൽ ആയിരുന്നു അത്. പക്ഷേ അതും നിരാശയായിരുന്നു. ഫലം 8 മീറ്റർ ആഴത്തിൽ കണ്ട സിഗ്നൽ മണ്ണ് തുറന്നു പോയപ്പോഴേക്കും അത് വാഹനമല്ല, അത് ഈ പറയുന്ന പോലെ ധാതു സാന്നിധ്യമുള്ള വലിയ പാറക്കഷ്ണമാണ് എന്ന് തിരിച്ചറിയുകയായിരുന്നു. അതിനുശേഷം ആ ശ്രമം ഉപേക്ഷിച്ചു. അതോടുകൂടി കരയിലെ എന്ന് പറഞ്ഞാൽ മണ്ണിടിഞ്ഞ് വീണ ഇമ്മീഡിയറ്റ് കരയിലെ രക്ഷാപ്രവർത്തനം ഏതാണ്ടൊക്കെ അവസാനിച്ചു എന്ന് പറയാം. കാര്യം ഇന്നലെ ഒരു മൺകൂന കേന്ദ്രീകരിച്ചായിരുന്നു. അതിൽ പൂർണ്ണമായി പരിശോധിച്ചു. ലോറിയുടെ സാന്നിധ്യം ഉണ്ടായില്ല. അതിനുശേഷം ഇന്നായിരുന്നു രണ്ടാമത്തെ ഒരു മൺകൂന, പാറയൊക്കെയുള്ള വലിയ മൺകൂന. അതിലുണ്ടാകുമെന്ന് തന്നെയായിരുന്നു രക്ഷാപ്രവർത്തകരുടെ മനാഫ് അടക്കമുള്ള ലോറി ഉടമകളുടെ പ്രതീക്ഷ. അതിന് കാരണം ആ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു GPS സിഗ്നൽ, ഈ മൊബൈലിന്റെ അവസാന ലൊക്കേഷനൊക്കെ ആ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു. അതുകൊണ്ട് അവിടെ ഉണ്ടാകും എന്ന് തന്നെയായിരുന്നു അടിയുറച്ച പ്രതീക്ഷ. എന്തായാലും ആ പ്രതീക്ഷ അസ്തമിക്കുന്നു. 7-ാം നാൾ വൈകുന്നേരം ആകുമ്പോഴേക്കും കരയിൽ ഉണ്ടാകുമെന്നുള്ള മൺകൂനകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഏതാണ്ട് അസ്തമിക്കുന്നതാണ്, അവസാനിക്കുന്നതിന്റെ അല്പം വേദനയോടുകൂടി പറയണം ഉന്മേഷ്. ഇനിയിപ്പോൾ നടക്കുന്നത് പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ്. പുഴയിൽ ഒരു സിഗ്നൽ കിട്ടിയിരുന്നു. പുഴയും കരയും ചേരുന്ന ഭാഗത്താണ് ഒരു വലിയ മൺതിട്ടയുണ്ട്. ആ മൺതിട്ട കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ ഈ ഫോൺ അടിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി വണ്ടിയും എല്ലാം കൂടി വെള്ളത്തിലേക്ക് ഗംഗാവലി പുഴയിലേക്ക് വീണ് പോയെങ്കിൽ ഈ ഫോൺ അടിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതുകൊണ്ട് ഈ ഫോൺ അടിച്ചു എന്നുള്ള പോസിബിലിറ്റി വെച്ച് GPS കിട്ടി, വണ്ടി ഓണായി ഓഫായി എന്ന പോസിബിലിറ്റി ഒക്കെ വെച്ചിട്ടാണ് ഈ കരയും പുഴയും ചേരുന്ന ഭാഗത്തെ മണ്ണിൽ പരിശോധന നടക്കുന്നത്. അവിടെയും ഒരു സിഗ്നൽ കിട്ടി. പക്ഷെ ആ സിഗ്നൽ ആദ്യഘട്ടത്തിൽ കിട്ടിയ സിഗ്നൽ പോലെ ഒരു സ്ട്രെങ്ത് ഉള്ള സിഗ്നൽ ആണോ എന്ന് പറയുന്നില്ല രക്ഷാപ്രവർത്തകർ. എന്തായാലും കരയിലെ രക്ഷാദൌത്യത്തിൽ ഈ സിഗ്നൽ കേന്ദ്രീകരിച്ച് നടത്തിയ രക്ഷാദൌത്യത്തിൽ അങ്ങനെ വണ്ടി കണ്ടെത്തിയിട്ടില്ല എന്ന് ജില്ലാ ഭരണകൂടത്തെ ഔദ്യോഗികമായി തന്നെ ആർമി അറിയിക്കുകയാണ്, ദൌത്യസംഘം അറിയിക്കുകയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ പുഴ കേന്ദ്രീകരിക്കുന്നത്. ഇപ്പോൾ ഈ കരയിൽ പുഴയിൽ നടക്കുന്ന ഈ മേഖലയിൽ നടക്കുന്ന ആ തിട്ടയിൽ നടക്കുന്ന അതിന് വണ്ടി കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിലാണ് ഗംഗാവലി പുഴയിലേക്ക് പൂർണ്ണമായി രക്ഷാപ്രവർത്തനം അങ്ങോട്ടേക്ക് കേന്ദ്രീകരിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഉന്മേഷ്. നല്ല സങ്കീർണമാണ് എന്ന് പറഞ്ഞാൽ പുഴയിൽ ഇപ്പോഴും വെള്ളം കുത്തിയൊഴുകുകയാണ്. അവിടെ വലിയ ആഴത്തിൽ വലിയ അടിയൊഴുക്കുള്ള സ്ഥലമാണ്. ആ അടിയൊഴുക്കിൽ ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടക്കുക എന്നുള്ള കാര്യം ഏതാണ്ട് അജ്ഞാതമാണ് എന്ന് തന്നെ പറയാം. കാര്യം ഈ സംവിധാനം ഒന്നും അതിൽ മതിയാവില്ല. ഇത്രത്തോളം സംവിധാനങ്ങൾ
ഇതിൽ പരം യന്ത്ര സംവിധാനങ്ങൾ, ഇതിൽ പരം മനുഷ്യോപശേഷമൊക്കെ അതിനാവശ്യമായി വരും. അതിനുള്ള സംവിധാനങ്ങൾ തൽക്കാലം നിലവിൽ ഇവിടെ ഒന്നുമില്ല. അതൊരു പക്ഷേ അതിന് വരും ദിവസങ്ങളിൽ എത്തിച്ച് പുഴയിലേക്കുള്ള ആ സെർച്ച് കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് സാധ്യത. എന്തായാലും 7ാം നാളും ഡേ 1 പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു സൂചനയും കിട്ടുന്നില്ല. സിഗ്നലുകൾ ഉണ്ട് എന്നതല്ലാതെ അർജുന്റെയോ വണ്ടിയുടെയോ ഏതെങ്കിലും തരത്തിൽ പ്രഷർ കൊടുക്കാനോ അർജുന്റെ വീട്ടുകാർക്ക് സമാധാനത്തിൽ കൊടുക്കാനോ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് സിഗ്നൽ ഇപ്പോൾ കിട്ടുന്നില്ല. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ പുഴയിലേക്കുള്ള തെരച്ചിൽ തുടങ്ങുന്നതോടുകൂടി കര കേന്ദ്രീകരിച്ചുള്ള ആ ദൗത്യം ഏതാണ്ട് പൂർണ്ണമാകുന്നെന്ന് തന്നെ പറയാം. അതിനുശേഷം അത് വൈൻഡപ്പ് ചെയ്യുന്നു. കാര്യം ഇവർക്ക് അല്ലെങ്കിൽ തന്നെ ആ ദൗത്യം വൈൻഡപ്പ് ചെയ്യേണ്ടത് ആവശ്യകത എന്ന് പറഞ്ഞാൽ ഇവിടെ നൂറുകണക്കിന് ലോറികൾ ഈ വഴി പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോ ആ ദൗത്യം അവസാനിച്ചാൽ മാത്രമേ ആ റോഡ് തുറന്നു കൊടുത്ത് അങ്ങോട്ടേക്കുള്ള യാത്ര സുഗമമാകൂ. അതുകൊണ്ട് തന്നെ അതിനിയും അധികം നീളാനിടയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ നാളെ മുതൽ വീണ്ടും ഇപ്പോൾ നടക്കുന്ന പുഴയുടെ തിട്ട കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണത്തിലും ഏതെങ്കിലും പോസിറ്റീവ് സിഗ്നൽ കിട്ടുന്നില്ലെങ്കിൽ നാളെ മുതൽ പൂർണ്ണമായി ഗംഗാവലി പുഴയിലേക്ക് രക്ഷാദൗത്യം നീങ്ങുകയാണ്. ഫോക്കസ് രക്ഷാദൗത്യം നീങ്ങുകയാണ്. അത് അതീവ ദുഷ്കരമാണ്. അതിന്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. കാശ്മീർ, ഇപ്പോൾ ഈ സമാന്തരമായി തന്നെ പുഴയിലും തെരച്ചിലുണ്ടായിരുന്നല്ലോ. കരയിൽ ഒരു ഭാഗത്ത് തെരച്ചിൽ നടക്കുമ്പോൾ സിഗ്നൽ കിട്ടിയിടത്തൊക്കെ മണ്ണ് നീക്കിയുള്ള പരിശോധന നടക്കുമ്പോൾ സമാന്തരമായി പുഴയിലും തെരച്ചിലുണ്ടായിരുന്നുവല്ലോ. അപ്പോൾ ഇനി പുഴയിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള പുഴയിലെ തെരച്ചിലിൽ കാര്യമായ വിവരങ്ങളൊന്നുമില്ലല്ലോ ഹാഷ്മി. ഉന്മേഷ്, എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഗംഗാവല്ലി പുഴയിൽ ഈ വാഹനമില്ല എന്ന് ആദ്യം പറയുന്നത് നേവിയുടെ ഡൈവർ സംഘമാണ്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ അതിൽ ആദ്യം എത്തിയ നേവി സംഘം ഒരു പ്രാഥമിക പരിശോധന നടത്തി അങ്ങനെ ഒരു വണ്ടിയില്ല എന്ന് കണ്ടെത്തിയിരുന്നു. അതിനുശേഷം എന്തായാലും ഇത് ഒരു വലിയ വണ്ടിയാണല്ലോ ഉന്മേഷ്. ഇപ്പോൾ ഒരു അർജുൻ എന്ന ഒരു വ്യക്തിക്കപ്പുറം ഒരു വലിയ വാഹനമാണ്. വലിയ വാഹനം എന്ന് പറഞ്ഞാൽ വലിയ ടൺ, ഒരു നിറ ടൺ തടിലോറിയാണ്. അപ്പൊ ഇത് എന്തിന്റെയൊക്കെ സൂചന എവിടെയെങ്കിലും നമുക്ക് ഉണ്ടാവേണ്ടതാണ്. ഇതിപ്പോ ആദ്യഘട്ടത്തെ പരിശോധനയിൽ കാണുന്നില്ല. പിന്നീട് സിഗ്നൽ കേന്ദ്രീകരിച്ച പരിശോധനകളൊന്നും എവിടെയും കാണാൻ കഴിയുന്നില്ല. അതിനെ തുടർന്നാണ് ഇപ്പൊ ഗംഗാവലിയൊക്കെ ഇപ്പൊ സമാന്തരമായി ഗംഗാവലി പുഴയിൽ അന്വേഷണം നടക്കുന്നു പറയുമ്പോൾ പോലും അത് തുച്ഛമാണ് ആ അന്വേഷണം എന്ന് പറയേണ്ടി വരും. ആകെ 1-2 ഡൈവർ സംഘം മാത്രമേ ഉള്ളൂ. 1-2 ഡൈവർ സംഘം മാത്രമേ ഈ പുഴയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ പുഴയുടെ ഒരു വ്യാപ്തിയും ഒരു വലിയ പുഴയാണ് ഉന്മേഷം എന്ന് പറഞ്ഞാൽ വലിയ ആഴത്തിൽ വീതിയിൽ പരന്നൊഴുകുന്ന കുത്തിയൊഴുകുന്ന കണ്ടാൽ പേടി തോന്നുന്ന വല്ലാതെ ഒഴുകുന്ന ഒരു പുഴയാണ്. അതിൽ ഈ 2-3 ഡൈവർ സംഘം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് എവിടെയും എത്തില്ല. അപ്പൊ ഇനിയിപ്പോ ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, ഈ പുഴയിലെ പരിശോധന നടത്തണമെങ്കിൽ ഈ സംവിധാനം മതിയാവില്ല. അതിന് സേനയുടെയും നാവികസേനയുടെയും ഒക്കെ കുറച്ചുകൂടി വിപുലമായ മാസ്യമായ സംവിധാനങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഈ അർത്ഥത്തിലുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന അർത്ഥത്തിലുള്ള ഒരു രക്ഷാദൗത്യം ഗംഗാവലി പുഴയിൽ സാധ്യമാവുകയുള്ളൂ. ഇപ്പോൾ സമാന്തര അന്വേഷണം നടക്കുമ്പോൾ പേരിന് 2-3 ഡൈവർ സംഘങ്ങളൊക്കെ ഉള്ളൂ. അതിൽ നിന്ന് കിട്ടാവുന്ന വിവരങ്ങളും ഏറെ പരിമിതമാണ്. അപ്പോൾ ഒരുപക്ഷെ അവിടെ സമാന്തര അന്വേഷണം നടക്കുമെന്ന് പറയുമ്പോൾ പോലും ഇപ്പോഴും ഏറ്റവും ഒടുവിലും രക്ഷാദൗത്യ സംഘത്തിന് ഈ കരയിൽ ഈ മൺകൂനകളുള്ള സ്ഥലത്ത് മൺകൂമ്പാരങ്ങളുള്ള സ്ഥലത്ത് വാഹനം ഉണ്ടാകും എന്ന് നിറഞ്ഞ പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷ അസ്തമിക്കുന്നത് ഏതാണ്ട് ഈ സമയത്തൊക്കെയാണ്. ആ സിഗ്നൽ ഏറ്റവും ഒടുവിൽ കിട്ടിയ ഏറ്റവും സ്ട്രെങ്തുള്ള സിഗ്നലും അത് വാഹനമല്ലാതെ തിരിച്ചറിവിലാണ് ആ പ്രതീക്ഷകൾ ഏതാണ്ട് അസ്തമിക്കുന്നത്. ഇനിയിപ്പോൾ പുഴയിലേക്കുള്ള രക്ഷാപ്രവർത്തനം കൂടുതൽ സാമഗ്രികളോടെ ഇപ്പോൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് കരയിലുള്ള തെരച്ചിലും രണ്ടാമത് ഗംഗാവാലിയുമായിരുന്നു. ഇനിയിപ്പോൾ അന്വേഷണത്തെ തെരച്ചിലിന്റെ ഫോക്കസ് ഒന്നാകെ ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ ഏത് തരത്തിൽ ആളും അർത്ഥം അതിനുവേണ്ടി എത്തും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഏതാണ്ട് നമുക്ക് തോന്നുന്നു കര കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ മുതൽ പുഴ പൂർണ്ണമായി ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് തന്നെ പോകും. കാര്യം നമ്മൾ ഇന്നലെ മിനിഞ്ഞാൽ നമുക്ക് കണ്ടാൽ 8 മണി 8:15 ആകുമ്പോഴേക്കും ഇവിടുത്തെ രക്ഷാദൗത്യം അവസാനിപ്പിക്കും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്നും ഏതാണ്ട് സമാനമായ കാഴ്ച തന്നെ കാണാൻ ഇടയുള്ളൂ. കാര്യം വലിയ മഴ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ വലിയ പെയ്ത്തുണ്ട്. ആ പെയ്ത്ത് കൂടുതൽ കടുത്തു കഴിഞ്ഞാൽ രക്ഷാദൗത്യം അവസാനിപ്പിക്കും. നാളെ ഇനി ഇറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ നാളെ ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ച് തന്നെയാകും ഇറങ്ങുക. ഈ തിട്ട കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അധിക സമയം എടുക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് നമ്മളിപ്പോൾ പരിശോധിച്ച മൺകൂന പോലെ ഉള്ള ഒരു വലിയ ഏരിയ ഒന്നുമല്ല ഈ മൺതിട്ട. നീളത്തിൽ കിടക്കുന്ന തിട്ടയാണ്. അത് പെട്ടെന്ന് അതിന്റെ പരിശോധന പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെയാണ് ഇപ്പോൾ ഡ്രഡ്ജിംഗ് എന്ന സാങ്കേതികമായി വിളിക്കാൻ കഴിയില്ലെങ്കിൽ കൂടിയും സമാനമായ രീതിയിലൊക്കെ ചെയ്താൽ മാത്രമേ അവിടുത്തെ ഈ പൂർണ്ണാർത്ഥത്തിൽ അറിയാൻ കഴിയുള്ളൂ. അതോടൊപ്പം തന്നെയാണ് ഉന്മേഷിയും നമ്മൾ നേരത്തെ ഉള്ള ആകാശ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പുഴയ്ക്കേതാണ് ഒത്ത നടുവിലായി മണ്ണ് നികന്ന ഒരു വലിയ ദ്വീപ് പോലെയോ ഒരു ചെറിയ കുന്നു പോലെയോ രൂപപ്പെടുന്നത്. ഒരാൾ പൊക്കത്തിലൊക്കെ പുഴയ്ക്ക് മുകളിലേക്ക് രൂപപ്പെടുന്നുണ്ട്. അതിനകത്തൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഡ്രഡ്ജിംഗ് തന്നെ വേണ്ടിവരും. അതിനകത്തൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ വലിയ
വലിയ മനുഷ്യാധ്വാനവും വലിയ സാങ്കേതിക സഹായമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പുഴയ്ക്ക് നടുവിൽ രൂപം കൊണ്ട എന്ന് പറഞ്ഞാൽ ഈ മാമല ഇടിഞ്ഞ് ചെത്തി വീണ് അതിനുള്ളിൽ നികന്ന ആ മണ്ണിനിടയെ പരിശോധന നടത്തണമെങ്കിൽ വലിയ സംവിധാനം ആവശ്യമുണ്ട്. ആ സംവിധാനമൊക്കെ നാളെയൊക്കെ സർക്കാർ സംവിധാനം അറേഞ്ച് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏറ്റവും ഒടുവിൽ മനാഫ് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ രാത്രിയിലും രക്ഷാദൗത്യം നടത്താൻ തയ്യാറാണ്. അതിന് 25 പേരുടെ അനുമതി, 25 പേർക്ക് നേരത്തെ അവിടെ മലയാളി രക്ഷാദൗത്യം നടത്തുമ്പോൾ പോലീസുകാർ ഇറങ്ങിപ്പോയി, അനുവാദമില്ലാതെ ഇറങ്ങിപ്പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഷോ ഓഫ് കാണിച്ചിരുന്നു ഉന്മേഷ്. അവിടെ അതിന് പിന്നാലെ 25 പേർക്ക് അനുവാദം വാങ്ങിയിരുന്നു. ആ 25 പേർ അവിടെ നിന്ന് രാത്രിയിലും രക്ഷാപ്രവർത്തനം നടത്താൻ തയ്യാറാണ് എന്നൊക്കെ അറിയിച്ചിരുന്നതാണ്. പക്ഷെ അതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലാണ് ഇനിയുള്ള സാഹചര്യത്തിൽ അറിയില്ല. മനാഫ് പറയുന്നത് രാത്രി ഞങ്ങൾ കുറച്ച് വെളിച്ചം അറേഞ്ച് ചെയ്താലും എങ്ങനെയെങ്കിലും ഒരു സംവിധാനം ഒരുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രി തലത്തിലൊക്കെ ഇടപെട്ടാൽ രാത്രി ഈ ഏരിയയിൽ വെളിച്ചം അറേഞ്ച് ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള പ്രതീക്ഷ അവിടെയുണ്ട്. പക്ഷേ ഈ സിഗ്നലിൽ വണ്ടിയില്ല എന്ന് സൈന്യം സ്ഥിരീകരിക്കുമ്പോൾ അവിടെ നമ്മുടെ മലയാളി രക്ഷാപ്രവർത്തനം അവിടെ തന്നെയുണ്ട്. അവർ കൂടെ ഉള്ളപ്പോഴാണ് സ്ഥിരീകരിക്കുമ്പോൾ ഇനിയിപ്പോ രാത്രിയുള്ള അവിടെയുള്ള പരിശോധനകൾക്ക് പ്രസക്തി ഉണ്ടോ എന്നറിയില്ല. ഉന്മേഷ്, ഒരു സാമാന്യ വ്യക്തിക്ക് മനസ്സിലാക്കേണ്ടത് ഇന്നത്തോടുകൂടി കര കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനം ഏതാണ്ട് തീരുകയും ഇനി നാളെ മുതൽ ഗംഗാവാലി പുഴയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് രക്ഷാദൗത്യം തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആഷ്മിയിലേക്ക് എത്താം. ഇപ്പോൾ അരുൺ പൂപ്പറമ്പ് കൂടി ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ഈ പുഴ കരയിൽ അവിടേക്ക് തെരച്ചിൽ പൂർണ്ണമായി കേന്ദ്രീകരിക്കുകയാണോ? പുഴയിലേക്ക് എന്നുള്ളത് നേരത്തെ തന്നെ ഉണ്ട് തെരച്ചിൽ. ഈ പുഴക്കരയിലേക്ക് തെരച്ചിൽ, അതാണോ ഇപ്പോൾ അവിടെ നടക്കുന്നത്? ഉന്മേഷ്, നമുക്ക് നേരത്തെ ലഭിച്ച സിഗ്നൽ അത് ഈ ലോറിയുടേതല്ല എന്ന് ഏകദേശം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദൗത്യ സംഘം ജില്ലാ ഭരണകൂടത്തെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നിലവിൽ അവിടെ നടക്കുന്ന ഒരു പ്രവൃത്തി എന്നുള്ളത് ഈ പുഴയോരത്തുള്ള മണ്ണ് നീക്കം ചെയ്യുകയാണ്. ദൗത്യ സംഘം അതിലേർപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണം ഇവർ പറയുന്നത് ഈ നിലവിൽ അർജുന്റെ ഫോൺ ലൊക്കേറ്റ് ചെയ്ത ഘട്ടത്തിൽ ഈ പുഴയോരത്ത് സമീപത്ത് ലൊക്കേറ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് സ്ഥിരീകരിച്ച വിവരമല്ല. എന്തായാലും ഈ പുഴയോരത്തുള്ള മണ്ണ് നീക്കം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ആ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സമാന്തരമായി നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ നേരത്തെ ഇവരുടെ സംവിധാനങ്ങൾ പറഞ്ഞതുപോലെ ഇതിന്റെ എല്ലാ ഫോക്കസും ഈ പുഴയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ്. തെരച്ചിൽ ഇതിനകം തന്നെ സൈന്യം അവരുടെ പ്രാഥമികമായിട്ടുള്ള തെരച്ചിൽ ഈ പുഴയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പങ്കുവച്ചിരുന്നു. NDRF സംഘവും ഇപ്പോൾ നിലവിൽ പുഴയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. അവർ ഈ സോണാർ സിസ്റ്റം ഒക്കെ ഉപയോഗിച്ചുള്ള തെരച്ചിലേക്ക് പോകും എന്നതാണ് അറിയിച്ചത്. അപ്പോഴും നമ്മളുടെ ദൗത്യ സംഘത്തിലുള്ളവർ ഈ പുഴയോരത്തെ മണ്ണുകൂടി നീക്കം ചെയ്യും. അത് നീക്കം ചെയ്താൽ മാത്രമേ പൂർണ്ണമായും കരയിൽ ലോറി ഇല്ല എന്ന തരത്തിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയൂ. ആ ഒരു പ്രവൃത്തി കൂടി അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ അതിനെത്രത്തോളം സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ ലോറി കണ്ടെത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി അതുകൂടി നീക്കം ചെയ്യുന്നു എന്ന തരത്തിലാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനപ്പുറത്തേക്ക് ഈ പുഴയിൽ തന്നെ തെരച്ചിൽ കേന്ദ്രീകരിക്കുന്നു എന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട സേനാ വിഭാഗങ്ങളെല്ലാം നിലവിലിപ്പോൾ ഈ പുഴയിലെ തെരച്ചിലുമായി ബന്ധപ്പെട്ട ചർച്ചയിലും അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള തെരച്ചിലും ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ എന്തായാലും മനസ്സിലാക്കുന്നത്. ശരി, അരുണിലേക്ക് എത്താം. ഏതായാലും ഇപ്പോൾ പുഴക്കരയിൽ തെരച്ചിൽ നടക്കുന്നു എന്നുള്ളതാണ്. സമാന്തരമായ നദിയിലും പരിശോധന ഇപ്പോൾ തുടരുകയാണ്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട അർജുനായുള്ള തെരച്ചിൽ 7ാം ദിനം. റഡാർ സിഗ്നൽ ലഭിച്ച 2 ലോറിയില്ല എന്ന് സ്ഥിരീകരിച്ച സൈന്യം തെരച്ചിൽ ഗംഗാവലി നദിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ശക്തമായ കാറ്റിൽ മലപ്പുറത്ത് തെങ്ങ് ദേഹത്ത് വീണ് ഒരാൾ മരിച്ചു. മരിച്ചത് സൗത്ത് വെല്ലാർ സ്വദേശി അഴകുറ്റിപ്പറമ്പിൽ കൃഷ്ണൻ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ IIT ഡൽഹിയോട് റിപ്പോർട്ട് നാളെ സമർപ്പിക്കാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശം. 2 ചോദ്യങ്ങളുടെ ഉത്തരം സംബന്ധിച്ച വിഷയത്തിൽ റിപ്പോർട്ടിൽ വ്യക്തതയുണ്ടാകണം. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. മലപ്പുറം മഞ്ചേരി മേലാകത്ത് വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. വീടിന്റെ മുൻഭാഗം തകർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിൽ നിന്നുള്ള BJP MPമാരുമായി കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ ചർച്ചയായെന്ന് സൂചന. മലപ്പുറം തിരൂർ കൂട്ടായിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് നടുക്കടലിൽ അപകടത്തിൽപ്പെട്ടു. ശക്തമായ കാറ്റിലും മഴയിലും ബോട്ടിന്റെ മേൽക്കൂര തകർന്നു. കടലിൽ വല ഉപേക്ഷിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെട്ടത്.
വീണ്ടും ശിരൂരിലെ രക്ഷാദൗത്യ വാർത്തയിലേക്കാണ് അരുൺ പൂപ്പറമ്പ ഇപ്പോൾ തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, നേരത്തെ ഒരു ടാങ്കർ, അത് കഴിഞ്ഞ ദിവസമൊക്കെ ഒരു രക്ഷാപ്രവർത്തകൻ അതുമായി ബന്ധപ്പെട്ട ഒരു ദൃക്സാക്ഷി പറഞ്ഞതാണ് ആ ടാങ്കർ ഒലിച്ചു പോയതായി കണ്ടിരുന്നു ഈ മണ്ണിടിച്ചിലുണ്ടായതിന് തൊട്ടു പിന്നാലെ എന്ന്. ആ ടാങ്കർ ഇന്ന് കരക്കടിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവല്ലോ. അത് 6 കിലോമീറ്റർ അകലത്തായിരുന്നു ആ ടാങ്കർ കണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്രയ്ക്ക് അത് ഒഴുക്കിൽപ്പെട്ട് ടാങ്കർ അവിടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. ഇപ്പോഴെന്തൊക്കെ സാധ്യതകളാണ് രക്ഷാദൗത്യ സംഘം പരിശോധിക്കുന്നത് ഈ അർജുനുള്ള ലോറിയുമായി ബന്ധപ്പെട്ട് അരുൺ? ഉന്മേഷ്, ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം മണ്ണിടിച്ചിൽ എന്ന് തെളിയിക്കുന്ന ദൃശ്യമാണ്. അരുൺ പൂപ്പറമ്പിലേക്ക് എത്താം. ശബ്ദത്തിൽ ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. ആ അപകടത്തിൽ ഒലിച്ചുപോയ ഒരു ടാങ്കർ അത് ഇന്ന് രക്ഷാദൗത്യ സംഘം കരയിലേക്ക് അടുപ്പിച്ചിരുന്നു. ഈ അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് 6 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ടാങ്കർ കണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടാങ്കർ കരയിലേക്ക് അടുപ്പിക്കുകയായിരുന്നു രക്ഷാദൗത്യ സംഘം. ഇന്ന് 2 സിഗ്നൽ ലഭിച്ചത്. പക്ഷേ സിഗ്നൽ ലഭിച്ചയിടങ്ങളിൽ അർജുനുള്ള ലോറി ഇല്ല എന്നാണിപ്പോൾ ദൗത്യസംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. അച്ഛനെയും മകനെയും റോഡിലൂടെ വലിച്ചിഴച്ച് കാർ യാത്രക്കാർ. എറണാകുളം ചിറ്റൂർ ഫെറിക്ക് സമീപമാണ് ഈ സംഭവം. ചെളി തെറിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പ്രശ്നത്തിന് കാരണമായത്. ശ്യാംകുമാർ ഉണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഇത് എപ്പോഴുണ്ടായ സംഭവമാണ് ശ്യാം? ദൃശ്യങ്ങളിലേക്ക് ആദ്യം. എസ് ശ്യാംകുമാറാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാം, ഇത് എപ്പോഴുണ്ടായ സംഭവമാണ് ശ്യാം? ഉന്മേഷ്, ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവരുടെ വീടിന് മുന്നിലൂടെ പോയ ഒരു കാർ ചെളി തെറിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം ഉണ്ടാകുന്നത്. ഇതിനുശേഷം ഇവരുമായി, ഈ കാറിലുണ്ടായിരുന്നവരുമായി സന്തോഷ്, ലോറി ഡ്രൈവറാണ് സന്തോഷ്, അയാളുടെ മകൻ അക്ഷയ് എന്നിവർ ചേർന്ന് തർക്കമുണ്ടാകുന്നു. ഈ കാർ മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരിക്കുന്നു. ഇതോടുകൂടി കാറിലുണ്ടായിരുന്നവർ ഇവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കാർ മുന്നോട്ടെടുക്കുന്നു. ഇതോടെയാണ് ഇരുവരെയും റോഡിലൂടെ വലിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് ആദ്യഘട്ടത്തിൽ കേസ് എടുത്തില്ല എന്നുള്ളതാണ് ആക്ഷേപമായി ഉയരുന്നത്. എന്നാൽ പോലീസ് നൽകുന്ന വിശദീകരണം പരാതിയില്ല എന്ന് ഈ വീട്ടുകാർ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. രണ്ടുപേരുടെയും ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇരു വിഭാഗത്തിനുമെതിരായിട്ട് കേസ് എടുക്കുമെന്നുള്ളതാണ് നിലവിൽ ചേരാനെല്ലൂർ പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നലെ വൈകിട്ടുണ്ടായ സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇന്നിപ്പോൾ പുറത്തു വരുന്നത്. ശ്യാംകുമാർ, ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കണ്ടാൽ അത് എത്രത്തോളം ക്രൂരമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ പരാതി നൽകിയിട്ടില്ല എന്ന് പോലീസാണ് അറിയിക്കുന്നത്, അതോ ഈ അച്ഛനും മകനും അവർ പറയുന്നുണ്ടോ പരാതി നൽകിയിട്ടില്ല എന്ന്? ശ്യാംകുമാർ, നിലവിൽ പോലീസിൽ നിന്ന് ലഭിച്ച വിവരമാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ഈ സംഭവം ഇന്നലെ വൈകുന്നേരം തന്നെ പോലീസിന്റെ മുന്നിലെത്തിയിരുന്നു. കേസെടുക്കാമെന്ന് പോലീസ് നിലപാട് അറിയിച്ചു. പക്ഷേ ആദ്യഘട്ടത്തിൽ പരാതി ഇല്ല എന്ന് ഇവർ പറഞ്ഞു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് പരാതിയിൽ നിന്ന് പിൻവാങ്ങണമെന്ന് പോലീസ് നിർബന്ധിച്ചിരുന്നതായിട്ടാണ് ഈ കുടുംബാംഗങ്ങൾ പറയുന്നത്. കൂടുതൽ പരാതി മുകളിലേക്ക് മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് നൽകും. കേസിൽ പരാതിയുമായി മുന്നോട്ട് പോകും. കാരണം ഈ കാറിൽ വലിച്ചഴിച്ചുകൊണ്ട് പോകുമ്പോൾ ഇരുവർക്കും വലിയ അപകടങ്ങൾ സംഭവിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിലാണെങ്കിലും വാക്കുതർക്കം ഉണ്ടാകുകയും റോഡിൽ നിൽക്കുന്ന രണ്ടുപേരെ വലിച്ചിഴച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ, അതിന് ദൃശ്യങ്ങൾ സഹിതം ലഭിച്ച പരാതിയിൽ പോലീസ് കേസ് എടുത്തില്ല എന്നുള്ള ഒരു ആരോപണമാണ് ഉയരുന്നത്. ഏതായാലും പരാതിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നിലവിൽ ഈ കുടുംബം വ്യക്തമാക്കുന്നത്. ശ്യാംകുമാർ, ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് ആ കാറിന്റെ നമ്പർ അടക്കം വ്യക്തമാണല്ലോ. അത്തരമൊരു പരാതി ഉണ്ടെങ്കിൽ പോലീസിന് വളരെ വേഗം നടപടി സ്വീകരിക്കാവുന്നേ ഉള്ളൂ. ആ നമ്പർ അത് വ്യക്തമാകുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ. തീർച്ചയായും ഉന്മേഷ, ഈ ഒരു സംഭവത്തിൽ പോലീസിന് പരാതി ലഭിക്കേണ്ട ആവശ്യം പോലുമില്ല. കാരണം കൺമുന്നിൽ നടന്നത് വലിയൊരു നിയമലംഘനമാണ്. റോഡിൽ ഒരു വാഹനത്തിന്റെ കടന്നുപോകലും ചെളിതെറിക്കലുമായി ബന്ധപ്പെട്ട വാക്കുതർക്കം ഉണ്ടായെങ്കിൽ പോലും റോഡിൽ നിന്നവരെ കാറിനൊപ്പം ഓടിച്ചുകൊണ്ട് വലിച്ചഴിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് അവരുടെ ജീവന് പോലും അപകടം ഉണ്ടാക്കാവുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മനഃപൂർവ്വം അപകടം ഉണ്ടാക്കാനുള്ള വകുപ്പുകൾ ചേർത്ത് പോലീസിന് സ്വമേധയാ കേസെടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അതുപോലും അവർ ചെയ്തില്ല. വീട്ടുകാർ സമ്മതിച്ചില്ല എന്നൊക്കെ പറയുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത വസ്തുത കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അതേ വീട്ടുകാർ ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്യാംകുമാർ, ഈ ദൃശ്യത്തിലുള്ള അച്ഛനെയും മകനെയും അവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നോ? അവരോട് ഇക്കാര്യങ്ങൾ ആരായാൻ സമയം കിട്ടിയിരുന്നോ ശ്യാംകുമാർ?
നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബാംഗങ്ങളുമായിട്ടാണ് സംസാരിച്ചത്. ഇവരുമായി സംസാരിക്കാനുള്ള സമയം ലഭിച്ചിരുന്നില്ല. അവരുടെ സഹോദരിയുമായിട്ടാണ് സംസാരിച്ചത്. ആ കുട്ടി ഉൾപ്പെടെ പറയുന്നത് ഇന്നലെ സമയത്ത് അവിടെ അവരുണ്ടായിരുന്നു. അവരാണ് ആ കരഞ്ഞുകൊണ്ട് ആ കാറിന്റെ പുറകിലൂടെ ഓടിയിരുന്നത്. ഏതായാലും ഈ സംഭവത്തിന് ശേഷമാണ് പോലീസിനെ സമീപിച്ചത്. പക്ഷേ പോലീസ് ആദ്യഘട്ടത്തിൽ കേസ് എടുത്തില്ല, പരാതി വേണ്ട എന്ന് പറയുകയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് ഔദ്യോഗികമായി പറയുന്നത് പരാതി ഇല്ല എന്ന് ഈ വീട്ടുകാർ പറഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ പോലീസിന് കേസെടുക്കാവുന്ന ഒരു സംഭവത്തിലാണ് പോലീസ് ഇപ്പോൾ കേസെടുക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെതിരായിട്ട് പരാതിയുമായി ഉയർന്ന തലങ്ങളിലേക്ക് പോകാനാണ് ഈ വീട്ടുകാരുടെ തീരുമാനം. ഈ കാർ നമ്പർ നേരത്തെ ഉന്മേഷ് പറഞ്ഞ പോലെ കാറിന്റെ നമ്പർ സഹിതം ഇപ്പോൾ കണ്ടുപിടിക്കാനും വാഹനോടമയെ കണ്ടുപിടിക്കാനും വലിയ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ കുടുംബം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഉന്മേഷ്. ശരി, ശ്യാംകുമാർ. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി ചിറ്റൂർ ഫെറിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഒരു ഇടവേളയിലേക്ക് കൂടി. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ദുരന്തമുഖത്ത് നിന്നിപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹാഷ്മി, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പുഴക്കരയിലേക്ക് ഇപ്പോൾ തെരച്ചിലെത്തുന്നു. സിഗ്നൽ ലഭിച്ച ഇടങ്ങളിലൊക്കെ ലോറിയില്ല എന്നുള്ളത് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ ഈ പുഴയിലേക്ക് രക്ഷാപ്രവർത്തനം ഏറെക്കുറെ കേന്ദ്രീകരിക്കുന്നു. ഹാഷ്മി. ഉറപ്പായും പുഴയിലേക്ക് രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിച്ച് തുടങ്ങുന്നു എന്ന് വേണം ഉറപ്പായും പറയാൻ ഉന്മേഷ് ഈ ഘട്ടത്തിൽ. എന്തായാലും കര കേന്ദ്രീകരിച്ചുള്ള സിഗ്നൽ ലഭിച്ച എല്ലാ സ്ഥലങ്ങളിലും പരിശോധന നടത്തിയിട്ട് 7-ാം നാളും അർജുനെക്കുറിച്ചോ അർജുൻ്റെ ലോറിയെക്കുറിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവ് ഒരു സൂചനയും കിട്ടുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുഴ കേന്ദ്രീകരിച്ച് തുടങ്ങുന്നത്. ഇപ്പോൾ നടക്കുന്ന പുഴയും കരയും ചേർന്ന ഭാഗത്ത് ഒരു വലിയ മൺതിട്ടമോ രൂപപ്പെടുന്നുണ്ട്. അവിടെയാണ് ഇപ്പോൾ സൈന്യത്തിന്റെ പരിശോധന. ഇനിയിപ്പോൾ പുഴയിലേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ പുഴയ്ക്ക് നടുവിൽ വലിയ മൺകൂനകൾ മൺകൂനൽ ദ്വീപ് കണക്കെ മണ്ണിറങ്ങി മണ്ണ് നികന്ന് മുകളിലേക്ക് നിൽപ്പുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ അത് മാറ്റി പരിശോധിക്കണമെങ്കിൽ വലിയ ബാർജൊക്കെ വേണ്ടി വരണം, അത് ഇടിച്ചിട്ട് പരിശോധിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ പുഴയിലിറങ്ങിയുള്ള പരിശോധന വലിയ സാങ്കേതിക സംവിധാനവും വലിയ വലിയ മാനവവിഭവശേഷിയുമൊക്കെ ആവശ്യമുള്ള പരിശോധനയാകും. അത് എത്രത്തോളം ഈ സംവിധാനം വെച്ച് നടക്കുമെന്ന് അറിയില്ല. നാളെ മുതൽ പുതിയ സംവിധാനം വരുമോ എന്നും അറിയില്ല. എന്തായാലും ഉന്മേഷ് ഒരു കാര്യം ഉറപ്പാണ്, 7-ാം നാൾ നമ്മൾ ഈ കര കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഓൾമോസ്റ്റ് തീരുന്നു എന്ന് ഉറപ്പായും പറയും. ഇപ്പോഴും പക്ഷേ നമ്മുടെ മലയാളി രഞ്ജിത്ത് ഇസ്രായേൽ നേതൃത്വത്തിലൊക്കെ മലയാളി രക്ഷാ ദൗത്യ സംഘാംഗങ്ങൾ അവിടെ നിൽപ്പുണ്ട്. അവർ അവിടെ ഇവിടെയൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ഫുൾ ക്ലിയർ ചെയ്യണം. എന്നാൽ രഞ്ജിത്ത് അല്പസമയം വിളിച്ചപ്പോൾ അവിടെ ഫുൾ ക്ലിയർ ചെയ്യുക എന്നാണ് ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരുപാട് മണ്ണ് കൂടി നിൽക്കുന്ന മൺകൂനകളിൽ ഒക്കെ ഈ ഡീ ഫ്രീക്വൻസി റഡാർ വെച്ച് പരിശോധന നടത്തി അവിടെ കിട്ടിയ സിഗ്നലുകളൊക്കെ നോക്കി. ഇന്ന് പ്രധാനമായും കിട്ടിയ 2 സിഗ്നലുകളിൽ ഒരു സിഗ്നൽ ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു. നമ്മൾ ഇത് വണ്ടി തന്നെയാണെന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു. കാര്യം ഇത്ര നാളും കിട്ടിയ സിഗ്നലിൽ നിന്ന് വ്യത്യസ്തമായി നല്ല കരുത്തോടെ വലിയ സ്ട്രെങ്ത് ഉള്ള നീളൻ ഒരു മെറ്റാലിക് കഷ്ണം എന്ന രീതിയിൽ തന്നെയാണ് വന്ന് വിലയിരുത്തൽ. അത് വണ്ടിയാണ് എന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു. മാത്രമല്ല നമ്മുടെ അർജുൻ്റെ ഫോണിന്റെ അവസാന ലൊക്കേഷൻ കിട്ടിയ സ്ഥലം എന്ന നിലയ്ക്ക് കൂടി അത് വണ്ടിയാകുമെന്ന വലിയ പ്രതീക്ഷ നമുക്ക് ഉച്ചയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം 8 മീറ്റർ താഴത്തിൽ നടത്തിയ പരിശോധനയിൽ അത് വണ്ടിയല്ല എന്ന് സ്ഥിരീകരിച്ചു. അത് പാറയിലെ ധാതു കഷ്ണം. നമ്മൾ ഇവിടെ നിരന്തരം നമ്മുടെ റഡാറുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ സിഗ്നലുകൾ ഈ ധാതു സാന്നിധ്യമാണ്. ആ ധാതു സാന്നിധ്യം തന്നെയാണെന്ന് വീണ്ടും സ്ഥിരീകരിക്കുന്നു. വീണ്ടും നമുക്ക് നിരാശയായി ഫലം. അതിനെ തുടർന്നാണ് ഇപ്പോൾ പുഴയിലേക്ക് കൂടി. അതിനുശേഷം ഈ ലക്ഷ്മണന്റെ കടയിരുന്ന ആ ഭാഗത്ത് ഒരു പാടം, അതിന് താഴെ ഒരു പാടമാണ്. ആ പാടത്തേക്ക് ഈ ലോറി ഇരുന്നു പോയിട്ടുണ്ടോ എന്ന ഒരു പരിശോധനയിൽ അവിടെ അന്വേഷണം നടത്തി. പക്ഷേ അവിടെയും കാര്യമായ ഉന്മേഷ് നല്ല മഴ പെയ്യാണ് ഇവിടെ. ഈ മഴയാണ് ഇടവിട്ട് പെയ്യുന്ന ഈ വലിയ മഴയാണ് രക്ഷാദൗത്യത്തിന് എപ്പോഴും വിഘാതമാവുന്നത്. ഇപ്പോഴും ആ പുഴ കേന്ദ്ര തിട്ടയിൽ രക്ഷാ സൈനികർ അവിടെ നിൽപ്പുണ്ട്, അവിടെ പരിശോധന നടത്തുന്നുണ്ട്. അവിടെയും ഒരു ചെറിയ സിഗ്നൽ കണ്ടു ഉന്മേഷ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സിഗ്നലിന് അത്രയും വലിയ സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു സാധാരണ സിഗ്നൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അത് ഈ പറയുന്ന വണ്ടിയുടെ ഏതെങ്കിലും ഭാഗമാണോ എന്നറിയില്ല. പക്ഷേ അപ്പോഴും ഈ സംശയം, എങ്ങനെയാണ് GPS ലൊക്കേഷൻ കിട്ടുക, എങ്ങനെയാണ് ഫോൺ ഓഫായതിനു ശേഷം വീണ്ടും ഓൺ ആവുക, എങ്ങനെയാണ് ഫോൺ റിങ് ചെയ്യുക എന്നൊക്കെയുള്ള സംശയങ്ങൾ അവിടെ നിൽക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഉന്മേഷ്, ഉണ്ടായിരിക്കുന്നത് ഒരു മാസീവായിട്ടുള്ള വലിയ ലാൻഡ് സ്ലൈഡാണ്. നമ്മൾ നേരത്തെ കണ്ടൊരു ദൃശ്യം കണ്ടിരുന്നു. ഒരു വലിയ ടാങ്കർ ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് കണ്ടെത്തിയ വലിയൊരു ടാങ്കറിന്റെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അത് ഈ വലിയ ഒഴുക്കിൽപ്പെട്ട് അടിച്ച് പുഴയിലേക്ക് പോയി, പുഴയിൽ കൂടി ഒഴുകിപ്പോയി അപ്പുറത്ത് കരയ്ക്ക് അടിഞ്ഞ ദൃശ്യങ്ങളാണ്
നേരത്തെ കണ്ടത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിയ വ്യാപ്തിയുണ്ട്. അതുകൊണ്ട് ഈ ലോറി ഒരുപക്ഷെ പുഴയിലേക്ക് പോയിട്ടുണ്ടെന്നാലും സംശയിച്ചാലും അവരെ അത്ഭുതപ്പെടാൻ കഴിയില്ല. ആ ദൃശ്യം കണ്ടവർ. അത്രത്തോളം വലിയ മഴയാണ്. ഉന്മേഷ്, ഇപ്പോൾ കനത്ത മഴ പെയ്യുകയാണ്. നമ്മൾ നേരത്തെ കാലാവസ്ഥാ പ്രവചനം ഉണ്ടായിരുന്നു, വലിയ കാറ്റും വലിയ മഴയും ഉണ്ടാകും എന്ന കാലാവസ്ഥാ പ്രവചനം ഉണ്ടായിരുന്നു. വലിയ കാറ്റാണ് ഇവിടുത്തെ മഴയുടെ പ്രത്യേകത. നമ്മൾ നേരത്തെ നിൽക്കുമ്പോഴും പെട്ടെന്നൊരു മഴ വലിയ കാറ്റോടുകൂടി വന്നിരുന്നു. അതിപ്പോൾ വീണ്ടും മഴയായിട്ട് തുടങ്ങുകയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇന്നത്തെ രക്ഷാദൗത്യം ഓൾമോസ്റ്റ് ഇപ്പോൾ തീരാൻ പോകുന്നു വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ തന്നെ ഇന്നലെയൊക്കെ 8 മണിയോടുകൂടി തന്നെ അവസാനിച്ചാണ്. ഇന്നിപ്പോൾ ഈ സിഗ്നലും കിട്ടാത്ത പശ്ചാത്തലത്തിൽ എനിക്ക് തോന്നുന്നു ഉന്മേഷ്, കര കേന്ദ്രീകരിച്ചുള്ള രക്ഷാദൗത്യം ഓൾമോസ്റ്റ് വൈൻഡപ്പ് ആവുകയാണ്. നാളെ മുതൽ ഗംഗാവലി പുഴയിലേക്കുള്ള രക്ഷാദൗത്യത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അതിന് പക്ഷേ ഈ സംവിധാനങ്ങൾ എന്തായാലും മതിയാവില്ല. കൂടുതൽ നാവികസേന അംഗങ്ങൾ, കൂടുതൽ സൗകര്യങ്ങൾ, ആ നടുക്കുള്ള മൺകൂന പൊളിക്കാൻ അല്ലെങ്കിൽ പൊളിച്ചു നോക്കാനുള്ള ബാർജ് സൗകര്യങ്ങൾ, കൂടുതൽ യന്ത്ര സംവിധാനങ്ങളൊക്കെ അനിവാര്യമായി വരും. എന്തായാലും നമ്മൾ ഈ കരയിൽ കണ്ട രക്ഷാദൗത്യത്തിനേക്കാൾ 10 മടങ്ങ് സങ്കീർണമാകും ഗംഗാവലി പുഴയിലെ രക്ഷാദൗത്യം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുപോലെ വലിയ ആഴവും പരപ്പും വീതിയുമുള്ള വലിയ പുഴയാണ്. ഈ മണ്ണ് മുഴുവൻ ഈ പുഴയുടെ മടിത്തട്ടിൽ കിടപ്പാണ്. വലിയ ഒഴുക്കാണ്. ഇത് അഴിമുഖത്തോട് ചേർന്ന സ്ഥലമാണ്, കടലിനോട് ചേർന്ന സ്ഥലമാണ്. അപ്പോൾ വലിയ ആഴം ഇവിടെയുണ്ട്. അപ്പോൾ സാധാരണ നിലവിലുള്ള സംവിധാനം വെച്ച് എന്തായാലും നടക്കുന്നില്ല. ഇവിടെ അല്പസമയം മുൻപാണ് എം കെ രാഘവൻ MP അടക്കം കാർവാർ MLA അടക്കമുള്ളവർ വന്നു പോയത്. അവരൊക്കെ പറയുന്നുണ്ട് അവർ അവസാന ഘട്ടം വരെയും ഇത് കണ്ടെത്തും വരെയും രക്ഷാദൗത്യം തുടരും എന്നൊക്കെ കാർവാർ MLA പറയുന്നുണ്ടായിരുന്നു. എന്നൊക്കെ പറയുമ്പോൾ പോലും ഉന്മേഷ്, ഇവിടെ ഈ റോഡിന് അങ്ങേയറ്റം ഈ റോഡ് പ്രധാനപ്പെട്ട ദേശീയപാതയാണ്. ഈ റോഡിന് അങ്ങേയറ്റം ലോറികളുടെ നീണ്ട 100-150 ലോറികൾ അവിടെ നീണ്ട ക്യൂ ആയിട്ട് കിടക്കുകയാണ്. ഈ റോഡ് ഓപ്പണായി കൊടുത്താൽ മാത്രമേ ആ വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയൂ. ആ വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയുള്ള കോക്കസിങ് അല്ലെങ്കിൽ അതിനുള്ള ചർച്ചകൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ലോറി ഉടമകളൊക്കെ അവിടെ അറ്റം നടത്തുന്നൊക്കെയുണ്ട്. അപ്പോൾ ഈ റോഡ് തുറന്നു കൊടുക്കണമെങ്കിൽ ഇവിടുത്തെ പരിശോധന തീരണം. അപ്പോൾ ആ അർത്ഥത്തിൽ കൂടി ഇവിടുത്തെ പരിശോധന വൈൻഡപ്പ് ചെയ്യുക എന്ന ലക്ഷ്യമുണ്ടോ എന്നൊരു സംശയം ചില പ്രതികരണങ്ങളിൽ നിന്ന് തോന്നിയിരുന്നു. അതെന്തായാലും അങ്ങനെ ലക്ഷ്യം ഉണ്ടായാലും ഇല്ലെങ്കിലും അവിടെ ഈ കരയിൽ നടത്താവുന്ന പരിശോധനയുടെ പരമാവധി പരിശോധനകൾ ഇതിനോടകം ഇന്ന് അവിടെ നടത്തുന്നു. കാര്യമായി ഒന്നും കിട്ടുന്നില്ല. ഗംഗാവലി പുഴയിലേക്ക് പരിശോധന നീളുകയാണ്. അത് ഏതളവിൽ, ഏത് എക്സ്റ്റെൻറ്റിൽ, എത്രത്തോളം ആളുകൾ ഇറങ്ങി, എത്രത്തോളം സംവിധാനങ്ങളുമായി പുരോഗമിക്കും, നമ്മൾ പോയ 7 ദിവസം രക്ഷാദൗത്യം വെച്ച് നോക്കിയാൽ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഉന്മേഷ്. ഇപ്പോൾ ഹാഷ്മി, മഴ പെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു 8 മണിയോടുകൂടി രക്ഷാദൗത്യം അവസാനിപ്പിക്കേണ്ടി വന്നുവല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് രാത്രിയിലും തെരച്ചിൽ തുടരാനുള്ള ഒരു സാധ്യതയുമില്ലല്ലോ അല്ലേ ഹാഷ്മി? ഇല്ല എന്ന് പറയാം. കാര്യം ഇന്നലെ പ്രതീക്ഷകൾ ഇന്നലെ ഹാഷ്മിയിലേക്ക് എത്താം. സിഗ്നൽ പ്രശ്നമുണ്ട്, ആ മേഖലയിൽ സിഗ്നൽ കുറവാണ്. ഹാഷ്മി താജ് ഇബ്രാഹിമാണ് ഇപ്പോൾ ദുരന്തമുഖത്ത് നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകിയത്. നമ്മൾ ആ വാർത്തയിലേക്ക് എത്തും. മലപ്പുറം തിരൂർ കൂട്ടായിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് നടുക്കടലിൽ അപകടത്തിൽപ്പെട്ടു. ശക്തമായ കാറ്റിലും മഴയിലും ബോട്ടിന്റെ മേൽക്കൂര തകരുകയായിരുന്നു. കടലിൽ വല ഉപേക്ഷിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെട്ടത്. സമീർ ബിൻ കരീമുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി തിരൂരിൽ നിന്ന്. സമീർ, മലപ്പുറത്ത് ശക്തമായ മഴയും കാറ്റും ഉണ്ടല്ലോ. ഇതെപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എങ്ങനെയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് സമീർ? ഉന്മേഷ്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടായത്. ഈ ഒരു ഘട്ടത്തിലാണ് മലപ്പുറം തിരൂർ കൂട്ടായിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ വാദി റഹ്മ എന്ന് പറയുന്ന ബോട്ട് ഈ നടുക്കലിൽ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. ഈ ബോട്ടിൽ വല വീശുന്ന സമയത്ത് 50ഓളം മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് ശക്തമായ കാറ്റിൽ ബോട്ടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകരുന്ന ഒരു സംഭവം ഉണ്ടായത്. അതിന് പിന്നാലെ മത്സ്യത്തൊഴിലാളികൾ ഈ മീൻ കുരുങ്ങിയ വല മുറിച്ച് ഉപേക്ഷിച്ച് ഉടൻ തന്നെ കരയിലേക്ക് വരികയായിരുന്നു എന്നുള്ളതാണ് നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇതോടുകൂടി മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ആർക്കും ആളപായമോ പരിക്കോ ഉണ്ടായിട്ടില്ല. സമീർ ബിൻ കരീമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ശക്തമായ കാറ്റിൽ മലപ്പുറത്ത് തെങ്ങ് ദേഹത്ത് വീണ് ഒരാൾ മരിച്ചു. സൗത്ത് വെല്ലാർ സ്വദേശി അഴകുറ്റപ്പറമ്പിൽ കൃഷ്ണനാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മലപ്പുറത്ത് വിവിധ ഇടങ്ങളിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. സമീർ ബിൻ കരീം ഇപ്പോൾ തുടരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സമീർ, ഈ വ്യാപക നാശനഷ്ടമാണല്ലോ ജില്ലയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കനത്ത മഴയിലും കാറ്റിലും. ഇതെപ്പോഴാണ് ഈ തെങ്ങ് ദേഹത്ത് വീണ് ഇദ്ദേഹം മരിച്ചത് സമീർ?
ഉന്മേഷ് ഉച്ചയ്ക്ക് ശേഷമാണ് മലപ്പുറം ജില്ലയിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായത്. ഈ ശക്തമായ കാറ്റിലാണ് തിരുനാവായ സൗത്ത് വെല്ലാർ സ്വദേശിയായിരിക്കുന്ന ആഴകുത്തിപ്പറമ്പിൽ കൃഷ്ണൻ എന്ന് പറയുന്ന ഇയാൾ ഈ തെങ്ങ് ശരീരത്തിൽ ദേഹത്ത് വീണ് മരിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇദ്ദേഹം തെങ്ങിന് സമീപത്ത് വെച്ച് കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ശക്തമായ കാറ്റുണ്ടാകുന്നത്. അത് ഈ കാറ്റിൽ തെങ്ങിന്റെ ഒരു ഭാഗം മുറിഞ്ഞ് ഇദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വീഴുകയും അങ്ങനെ ഉടൻ തന്നെ നാട്ടുകാരെല്ലാവരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ്. നിലവിൽ ഇദ്ദേഹത്തിന്റെ മൃതദേഹമുള്ളത് തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ്. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടിയതിലേക്ക് തിരികെ. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇപ്പോൾ പുഴയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ഗംഗാവലി പുഴക്കരയിൽ നടത്തിയ റഡാർ പരിശോധനയിൽ സിഗ്നൽ ലഭിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, അവിടെ ഇപ്പോഴും ശക്തമായ മഴയാണോ? ഈ പുഴക്കരയിൽ തെരച്ചിൽ നടക്കുന്നുണ്ടോ ഇപ്പോഴും, അരുൺ? ഉന്മേഷ്, ഈ പുഴയിലേക്ക് തിരച്ചിൽ കേന്ദ്രീകരിക്കുന്നു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭകരമായിട്ടുള്ള വിവരമല്ല. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ മണ്ണിനടിയിൽ തന്നെ ലോറി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ അവസാന നിമിഷവും പ്രതീക്ഷിച്ചിരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ നടത്തിയ തെരച്ചിലിൽ സിഗ്നൽ ലഭിക്കുന്നു. അത് ലോറിയുടേതാണ് എന്ന തരത്തിൽ ഒരു സൂചനകൾ പുറത്തു വരുന്നു. അതിന്റെ സാധ്യതകളായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ അത് പൂർണ്ണമായും തന്നെ അവിടുത്തെ മണ്ണും ഈ വലിയ കല്ലുകളും ഈ തെരച്ചിൽ സംഘം നീക്കം ചെയ്തു സൈന്യത്തിന്റെ നേതൃത്വത്തിൽ. എന്നാൽ ഈ ലോറിയുടെ സാന്നിധ്യം അവിടെ കണ്ടെത്താനായില്ല. അതോടെ നിലവിൽ ആ ഭാഗത്തുള്ള തെരച്ചിൽ പൂർണ്ണമായും തന്നെ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ദൗത്യ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ നടക്കുന്നത് 2 തരം തെരച്ചിലുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഈ നദിയിലെ പുഴയിലെ തെരച്ചിൽ തന്നെയാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. സൈന്യം ഉൾപ്പെടെ ഈ പുഴയിലിറങ്ങി ഇതിൽ അവരുടെ പ്രാഥമിക തെരച്ചിൽ നടത്തുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. NDRF സംഘവും നേവിയുടെ സ്കൂബ ടീമും ഓരോ മേഖലകളിലായി പുഴയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള മറ്റ് രക്ഷാപ്രവർത്തകർ ഈ പുഴയുടെ ഓരത്തെ മണ്ണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ദൗത്യത്തിലും ഏർപ്പെട്ടിട്ടുണ്ട്. അവർ പറയുന്നത് പൂർണ്ണമായും ഈ കരയിൽ ലോറി ഇല്ല എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ നിലവിൽ ഈ കുന്നിടിഞ്ഞ് മണ്ണ് ഈ ദേശീയപാതയും വിരിച്ച് പുഴയുടെ ഓരത്തും പുഴയിലുമായി പതിച്ചിട്ടുണ്ട്. ഈ പുഴയുടെ ഓരത്ത് സമാന്തരമായി തന്നെ വലിയൊരു കുന്ന് കണക്കെ ഈ ചളി പോലെ ചളി രൂപപ്പെട്ടിട്ടുണ്ട്. അത് മണ്ണ് ചളിയായി മാറിയ ഒരു കുന്ന് പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൂടി നീക്കം ചെയ്താൽ മാത്രമേ കരയിൽ ലോറി ഇല്ല എന്ന കാര്യം സ്ഥിരീകരിക്കാനാവൂ. നിലവിൽ ഈ തെരച്ചിൽ സംഘം നടത്തിയ പരിശോധന, അതായത് ഈ ലഭിച്ച എല്ലായിടങ്ങളിലും പരിശോധന നടത്തി അവിടുത്തെ മണ്ണ് നീക്കം ചെയ്തു. അതിന് മുകളിലോട്ടുള്ള ഭാഗം, ആ കുന്നിന്റെ മുകളിലോട്ടുള്ള ഭാഗത്തേക്ക് എന്തായാലും ഇനി മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധനയിലേക്ക് പോകില്ല. അതിപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ ഭാഗത്തുള്ള പരിശോധന പൂർണ്ണമായും തന്നെ അവസാനിച്ചു എന്ന് നമുക്ക്, ആ പ്രതീക്ഷ നമുക്ക് അവസാനിച്ചു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. അതിന് മുകളിലോട്ട് മണ്ണ് നീക്കം ചെയ്തു കഴിഞ്ഞാൽ കുന്നിടുകയും മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ടാവുകയും ചെയ്യും. അതിനുള്ള അനുമതി നിലവിൽ ദൗത്യ സംഘത്തിന് ഇവിടുത്തെ ഭരണ സംവിധാനം നൽകിയിട്ടില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനിയിപ്പോൾ 2 സാധ്യതകളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത്, ഇപ്പോൾ എല്ലാ അവരുടെ ഈ മിഷണറിയും കേന്ദ്രീകരിക്കുന്നത് നിലവിൽ ഈ പുഴയിലെ തെരച്ചിലിനാണ്. അതാണ് ഇപ്പോൾ പ്രധാനമായി നടന്നുകൊണ്ടിരിക്കുന്നത്. സമാന്തരമായി തന്നെ ഈ പുഴയോരത്തെ ഈ വലിയ മൺകൂനയിൽ ഇത് അകപ്പെട്ടിട്ടുണ്ടോ എന്ന സാധ്യത കൂടി പരിശോധിക്കുന്നതിന് വേണ്ടി അവിടുത്തെ മണ്ണുകൂടി നീക്കം ചെയ്തുള്ള പരിശോധനയിലേക്ക് കടക്കുന്നുണ്ട്. നിലവിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുഴയിൽ ഇത് അകപ്പെട്ടു എന്ന നിഗമനത്തിലേക്ക് എത്തുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ശുഭകരമായ വാർത്തയല്ല. ഗംഗാവലി പുഴയുടെ നിലവിലൊരു സ്ഥിതി അനുസരിച്ച് വലിയ അടിയൊഴുക്കുണ്ട്. ആ പുഴ കഴിഞ്ഞ കുറേ ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ ശക്തമായി നിറഞ്ഞൊഴുകുകയാണ്. അതോടൊപ്പം തന്നെ ഈ മണ്ണിടിച്ചിനെ തുടർന്ന് കുന്നിടിഞ്ഞ് വലിയ മൺകൂന ഉയരത്തിൽ തന്നെ ഈ വെള്ളത്തിന്റെ അടിത്തട്ടിൽ പതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരമുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യം ഈ പുഴയിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുഴ കടലിനോട് ചേരുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു വശത്തുണ്ട്. മറികടന്ന് വേണം ഇത്തരത്തിൽ ഈ തെരച്ചിൽ നടത്താൻ. അത് അതീവ ദുഷ്കരമാണ് എന്ന് ഈ തെരച്ചിൽ സംഘം, ഈ ദൗത്യ സംഘം അവർ പറയുന്നുമുണ്ട്. എന്തായാലും സൈന്യം ഉൾപ്പെടെ നിലവിൽ കേന്ദ്രീകരിക്കുന്നത് ഈ പുഴയിലുള്ള തെരച്ചിലാണ്. ഇന്നത്തെ തെരച്ചിൽ ഇനി എത്ര സമയം കൂടി നീളും എന്നതിൽ ഒരു വ്യക്തതയില്ല. ശരി, ഏതായാലും അവിടെ നേരത്തെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. ഹാഷ്മി, ഈ കരയിലെ തെരച്ചിൽ ഏറെക്കുറെ അവസാനിക്കുകയാണല്ലോ.
പൂർണ്ണമായി എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഘട്ടമാണോ ഇപ്പോഴുള്ളത്? ഇനി എന്തൊക്കെയാണ് സാധ്യതകൾ? ഈ രക്ഷാദൗത്യ സംഘം എന്തൊക്കെ സാധ്യതകളാണ് അവിടെ ഉള്ളതായി പറയുന്നത് ഹാഷ്മി? വണ്ടിയല്ല അല്ലെങ്കിൽ വണ്ടിയാണ് എന്ന് സ്ഥിരീകരിക്കുന്നതിനോടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്, ഇപ്പോഴും പരിശോധന നടക്കുകയാണ്. ഇപ്പോൾ പക്ഷേ അവിടുത്തെ കര കേന്ദ്രീകരിച്ച് മൺകൂറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഓൾമോസ്റ്റ് തീർന്നു എന്ന് തന്നെ പറയാം. അവിടെ ഇപ്പോൾ കുറച്ച് മലയാളികളായ കുറച്ച് ആളുകൾ മാത്രമാണ് അവിടെ അതിന് മുകളിലുള്ളത്. മറ്റ് പരിശോധക സംഘമൊക്കെ ഇപ്പോൾ പുഴ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഗംഗാവലി പുഴ തന്നെയാണ് തെരച്ചിലിന്റെ ഫോക്കസ് പോയിന്റ് എന്ന് ഏതാണ്ട് സ്ഥിരീകരിക്കാൻ കഴിയുന്ന സാഹചര്യം നിലവിലുണ്ട്. ഉന്മേഷ്, എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കണ്ട സിഗ്നൽ അത് വാഹനമല്ല, അത് വണ്ടിയല്ല എന്ന് സ്ഥിരീകരിച്ചതോടുകൂടി ജില്ലാ ഭരണകൂടത്തിന് സൈന്യം ദൗത്യ സംഘം റിപ്പോർട്ട് കൊടുക്കുകയാണ് അത് വണ്ടിയല്ല എന്ന്. അല്പസമയം മുമ്പാണ് നമ്മുടെ കാർവാർ MLA നമ്മളോട് സംസാരിച്ചത്. കാർവാർ MLA അദ്ദേഹം പലയാവർത്തിയോടെ വന്നു പോകുന്നുണ്ട്. കാർവാർ MLA സംസാരിച്ചത് കാർവാർ MLA 30 അടി ആഴത്തിലുള്ള റഡാർ നോക്കിയിട്ടും നിരാശയായിരുന്നു ഫലം എന്ന് പറയുകയാണ്. നേരത്തെ നമ്മൾ 15 അടി ആഴത്തിലുള്ള റഡാറിനെ കുറിച്ചാണ് അറിഞ്ഞത്. അതല്ലാതെ ഒരു റഡാർ സംവിധാനം പരിശോധന നടത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഉന്മേഷ്, അതിൽ കുറച്ചുകൂടി സ്ഥിരീകരണം വരേണ്ടതുണ്ട്. കാർവാർ MLA പറയുകയായിരുന്നു. അപ്പോ ആ മണ്ണിൽ എങ്കിലും അവസാന ഘട്ടം വരെയും ആ മണ്ണ് പൂർണ്ണമായി ക്ലിയർ ചെയ്യും വരെ അവിടെയുള്ള നീക്കങ്ങൾ നടക്കും എന്ന് MLA ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം അതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലാണ്. നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെയും ഇവിടെ ഈ രക്ഷാദൗത്യം പരിമിതമായ സൗകര്യങ്ങളോടുകൂടിയാണെങ്കിൽ കൂടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ആ സിഗ്നലായിരുന്നു വലിയ പ്രതീക്ഷ, അസാധ്യമായ പ്രതീക്ഷ. ആ പ്രതീക്ഷ കൂടി അസ്തമിക്കുന്നതോടുകൂടി അവിടുത്തെ പരിശോധന ഏതാണ്ട് തീരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അവിടുത്തെ കര കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഏതാണ്ട് തീരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. ഇന്നും ഇന്നലെയും മെലിഞ്ഞാൽ നമുക്ക് രാത്രി 8 മണിക്ക് അവിടെ തെരച്ചിൽ വൈൻഡപ്പ് ചെയ്തതാണ്. ഇന്നും അതിന് സമാനമായ സാഹചര്യം തന്നെയാണ്. അൺഒഫീഷ്യലി ഇപ്പോൾ തന്നെ അവിടെ പരിശോധനകൾ ഏതാണ്ട് പൂർണ്ണമായി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഉന്മേഷ്, ഇനിയിപ്പോ പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ്. പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്ക് ഉറപ്പായും ഈ സ്ട്രാറ്റജി അത് മതിയാവില്ല. പുഴ എന്ന് പറഞ്ഞാൽ പുഴയിൽ വലിയ ആഴത്തിൽ ഒരു 30 അടി ആഴത്തിൽ വലിയ മൺതിട്ടകൾ ഉണ്ടായിട്ടുണ്ട് പുഴക്കടിയിലേക്ക്. അപ്പൊ അതൊക്കെ പൊളിച്ചു മാറ്റി പരിശോധിക്കാൻ ഈ സംവിധാനം ഒന്നും മതിയാവില്ല. അതിന് ബാർജർ അടക്കമുള്ള വലിയ സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. കൂടുതൽ സാങ്കേതിക തികവോടുകൂടിയുള്ള സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. കാര്യം ഈ പുഴ നമുക്കറിയാം, ഉന്മേഷ് നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതാണ്, അതങ്ങനെ ചുവന്ന് കലങ്ങി ഒഴുകാൻ. നമ്മുടെ നാട്ടിലെ ഇപ്പോ പുഴകൾ പോലെയുള്ള ഒരു കലക്കലല്ല, അതൊരു എന്തോ ഒരു ചുവന്ന കളറിൽ അതിങ്ങനെ ഒഴുകുകയാണ്. അപ്പോ ഈ ഡൈവർമാർക്ക് മാത്രമല്ല അതിന്റെ അടിത്തട്ടിൽ അതിശക്തമായി കുത്തിയൊഴുക്കാണ്. പരമ്പരാഗതമായ രീതിയിൽ ചെയ്യുന്നതിന് നേവി ഡൈവർമാർ അതിനുള്ള ഡൈവ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അത് ആ സ്ട്രാറ്റജി എന്തായാലും ഇവിടെ വിലപ്പോവാൻ പോകുന്നില്ല. കാര്യം അത്രത്തോളം വലിയ കുത്തിയൊഴുക്കാണ്. അതിന് കാരണങ്ങളിൽ ഒന്ന് ഇത് അഴിമുഖത്തോട് ചേർന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ആഴവും കൂടും ഒഴുക്കും കൂടും. അതുകൊണ്ട് ഡൈവർമാർ ഇറങ്ങി പരിശോധിക്കുക എന്നുള്ളത് എത്രത്തോളം ഇതിന് പ്രാക്ടിക്കൽ ആണെന്ന് അറിയില്ല. അത് മാത്രമല്ല താഴെ ഓൾമോസ്റ്റ് സീറോ വിസിബിലിറ്റി എന്ന് പറയുകയാണ്. താഴെ ഈ മണ്ണിന്റെയും ഈ മരക്കഷ്ണങ്ങളുടെയും ഒക്കെ കൂട്ടം എല്ലാം കൂടി ചേർന്ന് കിടന്നുകൊണ്ട് ഒന്നും കാണാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പൊ അതിന് ഈ പറഞ്ഞ സൈറ്റ് സീയിങ് സോണാർ ഒരു തവണ ഈ സൈറ്റ് സീയിങ് സോണാർ വെച്ചുള്ള ഡേറ്റ അനാലിസിസ് ചെയ്ത് പരിശോധന നടത്തിയതാണ്. ഇനിയിപ്പോ അതിനു മുകളിലുള്ള കൂടുതൽ വലിയ സാങ്കേതിക സംവിധാനങ്ങൾ ഈ ഗംഗാവലി പുഴയിലെ പരിശോധനയ്ക്ക് വേണ്ടിവരും. കൂടുതൽ ആളും അർത്ഥവും വേണ്ടിവരും. കൂടുതൽ സജ്ജീകരണങ്ങൾ വേണ്ടിവരും. ഉന്മേഷ്, നമുക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ ആദ്യത്തെ 48 മണിക്കൂർ മിണ്ടാതിരുന്നതും അതിനുശേഷം രാഷ്ട്രീയ സമ്മർദ്ദം, വാർത്താ സമ്മർദ്ദം ഒക്കെ ഉണ്ടായതിനു ശേഷം പിന്നീട് പയ്യെ സംവിധാനം ഓണായി വരുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ ഓരോ ദിവസം തോറും അത് മെച്ചപ്പെട്ട് വരുന്നത് നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ സംവിധാനങ്ങൾ മതിയാവില്ല എന്ന കാര്യം 100% ഉറപ്പാണ്. അപ്പോ ഏത് രീതിയിലാണ് ഗംഗാവലി പുഴയിലേക്കുള്ള പരിശോധനയ്ക്കുള്ള സംവിധാനം ഉണ്ടാക്കുക? അതോ പേരിനൊരു പരിശോധന എന്നതിലേക്ക് ഒതുങ്ങുമോ? അതോ ഈ അവസാന മണിക്കൂറുകളിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ 7-ാം ദിവസം അല്ലെങ്കിൽ 6-ാം ദിവസം വൈകിട്ടും 7-ാം ദിവസം ആദ്യമൊക്കെ കണ്ട ഒരു പരിശോധന പോലെ ഒരു പരിശോധന വേണമെന്ന് വെച്ചുള്ള പരിശോധന ഗംഗാവലി പുഴയിൽ ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ്. ഉന്മേഷ്, എന്തായാലും ഇന്ന് 7-ാം നാളും നിരാശയാണ് ഉന്മേഷ്. അതിന്റെ ആത്യന്തിക ഫലം അത് വലിയ പ്രതീക്ഷകൾക്കൊടുവിൽ വാഹനം കിട്ടി എന്ന് കരുതിയെടുത്താണ് ആ നിരാശ വരുന്നത്. അപ്പോ അത് അത്രത്തോളം പ്രതീക്ഷിച്ചിരുന്ന കാരണം ആ നിരാശയ്ക്ക് വേദന കൂടും. ഇനിയിപ്പോ ഗംഗാവലി പുഴ ഫോക്കസ് കേന്ദ്രീകരിക്കുന്നു. ഗംഗാവലി പുഴയിലേക്ക് ഈ വാഹനം ഒഴുകി പോയിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുന്നു. ആ സംശയം ബലപ്പെടാനാണെങ്കിൽ കൂടിയും നമ്മൾ നേരത്തെ ഒരു ദൃശ്യം കണ്ടിരുന്നു, അതൊരു ടാങ്കറിന്റെ ദൃശ്യങ്ങളായിരുന്നു.
അത് ഈ ഒലിച്ചു വന്ന ഈ വലിയ ലാൻഡ് സ്ലൈഡിൽപ്പെട്ട ഒരു ടാങ്കർ ഇടിച്ച്. ശരി ഹാഷ്മിയിലേക്ക് എത്താം. ഹാഷ്മി, ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ നിയന്ത്രണം വിട്ട ലോറി പുഴയിലേക്ക് മറിഞ്ഞു. എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോഴാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിലേക്ക് മാറ്റി. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ചിറ്റാറിലേക്കും ശബരിമല പാതയിലേക്കും ഒക്കെ പോകുന്ന പ്രധാനപ്പെട്ട പാത തന്നെയാണ് വടശ്ശേരിക്കര പടയണിപ്പാറ. ആ മേഖലയിൽ ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കുകയായിരുന്നു ടിപ്പർ ലോറി. ഈ ലോറിയിൽ ചരക്കുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുഡ്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും വലിയ താഴ്ചയിലേക്ക് തന്നെയാണ് മറിഞ്ഞിരിക്കുന്നത്. ഡ്രൈവർക്ക് കാര്യമായ പരിക്കുകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നാട്ടുകാരൊക്കെ കൂടി ചേർന്നാണ് ഈ ഡ്രൈവറെ പെട്ടെന്ന് തന്നെ ലോറിയിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് തന്നെ അവിടുത്തെ വടശ്ശേരിക്കരയിലെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് വിവരം. വേണ്ടി വന്നാൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് അല്പസമയത്തിനകം കൊണ്ടുവരുമെന്നൊരു പ്രാഥമിക വിവരം ലഭിക്കുന്നുണ്ട്. ഏതാണ്ട് 4:30 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം നടന്നതെന്നൊരു പ്രാഥമികമായ വിവരം നമുക്കിവിടെ പ്രാദേശിക പ്രതിനിധി നൽകുന്നുണ്ട്. എന്തായാലും ജീവന് ആപത്തൊന്നുമില്ല എന്നത് ഭാഗ്യമായ ഒരു കാര്യമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത ശിരൂരിൽ നിന്ന് വരുന്നു. സൈന്യം തെരച്ചിൽ അവസാനിപ്പിച്ച് രാത്രിയോടെ മടങ്ങുമെന്ന് കാർവാർ MLA തന്നെ വ്യക്തമാക്കി. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, അപ്പോൾ ഈ കരയിലെ ലോറിയുടെ സാന്നിധ്യം കരയിലില്ല എന്ന് സൈന്യം ഉറപ്പിക്കുകയും മടങ്ങുകയുമാണോ അരുൺ? കാർവാർ MLA സതീഷ് കൃഷ്ണ സേലി അല്പസമയം മുമ്പാണ് ഈ ദൗത്യ മേഖലയിൽ നിന്നും മടങ്ങിയത്. അതിനിടെയാണ് മാധ്യമങ്ങൾ പ്രതികരണം തേടിയത്. MLA പറഞ്ഞത് സൈന്യം നടത്തേണ്ട രക്ഷാപ്രവർത്തനം ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് സൈന്യത്തിന് മറ്റ് ദൗത്യമില്ല എന്നതാണ്. നിലവിൽ അത് പൂർത്തീകരിച്ച് സൈന്യം ഇന്ന് തന്നെ മടങ്ങുമെന്നതാണ് MLA നിലവിൽ പറഞ്ഞിട്ടുള്ളത്. സൈന്യം ഇപ്പോൾ മടങ്ങിയിട്ടില്ല. നിലവിൽ അവർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും സൈന്യത്തിന്റെ തെരച്ചിൽ അവസാനിപ്പിച്ചു എന്നതാണ് MLA നിലവിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് നിലവിൽ ഈ മണ്ണിനടിയിൽ. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന പുതിയ ഒരു വിവരം, സൈന്യം രക്ഷാദൗത്യത്തിന്റെ ഭാഗമായ സൈന്യം രാത്രിയോടെ മടങ്ങും എന്നുള്ളതാണ്. ഈ കരഭാഗത്ത് ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല, അത് അവിടെ ഇല്ല, ലോറി ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സൈന്യം. അരുൺ പൂപ്പറമ്പ തുടരുന്നു. അരുൺ, പറഞ്ഞോളൂ. ഉന്മേഷ്, തീർച്ചയായും നിലവിൽ ലോറിയുടെ സാന്നിധ്യം മണ്ണിനടിയിൽ ഉണ്ട് എന്ന ഒരു സ്ഥിരീകരണത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ശബ്ദത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർജുനായുള്ള തെരച്ചിൽ 7ാം ദിവസമാണ്. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, സൈന്യം രാത്രിയോടെ തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിയേക്കും. ബലഗാവിയിൽ നിന്നുള്ള 40 അംഗ സൈനിക സംഘമാണ് കഴിഞ്ഞ ദിവസം അവിടെ എത്തിയത്. അവർ ഇന്ന് തെരച്ചിലിന് ഇറങ്ങിയിരുന്നു. ഈ കരഭാഗത്തെ മണ്ണേറെക്കുറെ നീക്കിയിട്ടുണ്ട്. 2 ഇടങ്ങളിൽ സിഗ്നൽ ലഭിച്ചു. 2ഇടത്തും മണ്ണ് നീക്കിയുള്ള പരിശോധന നടന്നു. പക്ഷെ അവിടെ ലോറിയില്ല എന്ന് ഏറെക്കുറെ രക്ഷാദൗത്യ സംഘം ഉറപ്പിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പുഴയിലേക്ക് തെരച്ചിൽ കേന്ദ്രീകരിക്കുന്നു. പുഴക്കരയിൽ മണ്ണടിഞ്ഞുകൂടി കിടക്കുന്ന പ്രദേശത്താണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. അരുൺ പൂപ്പറമ്പ തുടരുന്നുണ്ട്. അരുൺ, പറയൂ. ഇപ്പോൾ വരുന്ന പുതിയ വിവരങ്ങളിൽ ഒന്ന്, സൈന്യം അവിടെ തെരച്ചിൽ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. സൈന്യം രാത്രിയോടെ മടങ്ങും എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അല്പസമയം മുൻപാണ് കാർവാർ MLA ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറിയത്. ബലഗാവിയിൽ നിന്നുള്ള ഹാഷ്മി താജ് ഇബ്രാഹിം ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹാഷ്മി, ഈ സൈന്യം രാത്രിയോടെ മടങ്ങും അല്ലേ? സൈന്യം ഏതാണ്ട് രാത്രിയോടെ മടങ്ങുമെന്നാണ് കാർവാർ MLA നൽകുന്ന സൂചന, ഉന്മേഷ്. മാത്രമല്ല, നാളെ ഈ 30 അടി ആഴത്തിൽ ഡ്രഡ്ജ് ചെയ്യാൻ കഴിയുന്ന യന്ത്ര സംവിധാനങ്ങൾ നാളെ ഗോവയിൽ നിന്ന് വരും എന്നുകൂടി കാർവാർ MLA പറഞ്ഞു. നമ്മുടെ ഹാഷ്മി ഒന്ന് തുടരൂ. ഏതായാലും പുതിയ വാർത്ത, സൈന്യം തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങും രാത്രിയോടെ എന്നുള്ളതാണ്. ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാവുകയാണ്. ഇന്ന് സംഭവിച്ചത് കാണാം. അനുജയത്ത്, നമസ്കാരം.